ആത്മാവിലല്ലാതെ ഒച്ചപ്പാടും തന്ത്രങ്ങളും ഉപയോഗിച്ച് ആളുകളെ ഇളക്കുമ്പോൾ ഓർത്തോണം അതിന്റെ പിൻപിൽ എന്താ വ്യാപരിക്കുന്നതെന്ന്. കുറെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. എന്തൊരന്തരീക്ഷം ഇത്? മായാവികളാണിത്, ദുഷ്ടന്മാരും മായാവികളും. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മായാവികൾ. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇംപോസ്റ്റേഴ്സ് എന്ന വാക്കാണ് മായാവികൾ. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ കോണ്ടെക്സ്റ്റിൽ, ഈ പശ്ചാത്തലത്തിൽ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാം. എന്നാൽ അതിനു മുമ്പ് ഈ മായാവികൾ എന്ന വാക്കിന്റെ ലിറ്ററൽ അർത്ഥം എന്താ? ലിറ്ററൽ അർത്ഥം എന്ന് പറഞ്ഞാൽ വിലപിക്കുന്നവർ അല്ലെങ്കിൽ അലറുന്നവർ. കേട്ടോ, ഇത് മനസ്സിൽ കരുതിക്കൊള്ളണം. മായാവി എന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ അർത്ഥം, വാക്കിന്റെ അർത്ഥം വിലപിക്കുന്നവർ, മോങ്ങിക്കരഞ്ഞ് അലറിക്കൂകുന്നവർ. ആ വാക്കാണ് ഈ ദുഷ്ടന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇതെനിക്ക് വളരെ, ഞാൻ ചിന്തിക്കാൻ ഇടയായി തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ മായാവികൾ എന്ന് എഴുതിയത്? വിലപിക്കുന്നവരെന്നും അലറുന്നവരെന്നും അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇംപോസ്റ്റേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ യാനേസും യംബ്രയേസും മോശയോട് എതിർത്ത് നിന്നു. അത് മന്ത്രവാദികളല്ലേ? അതെ, അവര് കാണിച്ച ചെപ്പിടി വിദ്യ പോലെ ഇവരും ചില കാര്യങ്ങൾ കാണിക്കുമെന്നല്ലേ നമ്മൾ ചിന്തിച്ചത്? അതെ. അപ്പം ഇവര് മന്ത്രവാദികളാണെങ്കിൽ ഈ മായാവികൾ എന്ന് പറഞ്ഞാൽ എന്താ? അല്പം തന്ത്രവും അല്പം ചെപ്പിടി വിദ്യയും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ മായാവികൾ എന്ന് പറഞ്ഞാൽ? എഫെസോസ് പട്ടണത്തെക്കുറിച്ച് നമ്മൾ അറിയണം. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തി 19-20 അധ്യായങ്ങളിൽ. അതിൽ 19-ൽ കർത്തൃദാസൻ അവിടെ വന്ന് ആത്മശക്തിയോടെ ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് റുമാലുകൾ കൊണ്ടിട്ട് അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരു മാനസാന്തരം, ഒരു കൂട്ടമാനസാന്തരം ഒക്കെ നടന്നപ്പോൾ ഒരുപാട് മന്ത്രവാദികളൊക്കെ മാനസാന്തരപ്പെട്ടപ്പോൾ അവരുടെ കിതാബുകളൊക്കെ കൂടെ കൊണ്ട് പരസ്യമായി കത്തിച്ച് കളഞ്ഞെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ദേശം, ഈ അർത്തമീസിന്റെ അമ്പലമുള്ള ആ ദേശം മന്ത്രവും തന്ത്രവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. മന്ത്രവാദികൾ സാധാരണയായി അവരുടെ ഈ ചാന്റിങ്ങുകളുണ്ട്, അവരുടെ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാൻ പലപ്പോഴും ഈ വിലപിക്കുന്നവരെ പോലെ അലറുന്നവരെ പോലെ ഒക്കെ ഉള്ള ചേഷ്ടകൾ കാണിച്ചാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഭയങ്കര ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുക, എന്ന് വെച്ചാൽ ഒരു അന്തരീക്ഷം തന്നെ ഒരു വല്ലാതാകുക. ഇവര് മജീഷ്യൻസ് ആണ്, പക്ഷെ ഇവര് സാധാരണമായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. അത് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലുവാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് യാനേസ് യംബ്രയേസ് 8-ാം വാക്യത്തിൽ അവര് ഇംപോസ്റ്റേഴ്സ് ആണ്, അവർ മന്ത്രവാദികളാണ് എന്ന് നമുക്കറിയാം. അതിനോട് ചേർന്ന് നമ്മൾ ഈ മായാവികൾ എന്ന് പറയുന്നു. ഈ വീടിനകത്ത് കയറുന്നവരും സഭയ്ക്കകത്തും ഒക്കെ വ്യാജം കയറിയ മായാവി എന്ന് പറഞ്ഞാൽ ആത്മാവിലല്ലാതെ ഒച്ചപ്പാടും തന്ത്രങ്ങളും ഉപയോഗിച്ച് ആളുകളെ ഇളക്കുമ്പോൾ ഓർത്തോണം അതിന്റെ പിൻപിൽ എന്താ വ്യാപരിക്കുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? നേരം കൂട്ടത്തിൽ കയറി ആടുകയല്ല, ആത്മാവിനാൽ ഉറക്കെ പറയുന്നുണ്ട്. പെന്തക്കോസ്ത് ദിവസം അങ്ങനെ നടന്നല്ലോ. ആത്മാവിൽ ഉറക്കെ പറയുമ്പോൾ വചനമാണ് പറയുന്നത്. വചനം ഇല്ലാതെയും വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തും കുറെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി
അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. എന്തൊരന്തരീക്ഷം ഇത്? മായാവികളാണിത്, ദുഷ്ടന്മാരും മായാവികളും. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കാൻ നേരം കിട്ടിയില്ല. കാരണം അതുപോലെ ഞങ്ങൾ അങ്ങ് ഒച്ച വെച്ചു, ഇങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി എല്ലാം ചാടി. സത്യം എന്തുവാ അറിയത്തില്ല. സത്യത്തിന് വിപരീതമായി നിൽക്കുന്ന മായാവികൾ. തിരിച്ചറിയുക കാര്യങ്ങൾ. ആത്മീക ആരാധനയിൽ ഹോളി സ്പിരിറ്റിന്റെ വ്യാപാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ശബ്ദം ഉണ്ടാകാം. പക്ഷെ എല്ലാ ശബ്ദത്തിന്റെയും പിൻപിൽ പരിശുദ്ധാത്മാവല്ല. മനസ്സിലാക്കണം. ഞാൻ ആ മായാവികൾ എന്ന വാക്ക് പശ്ചാത്തലത്തിൽ 8-ാം വാക്യത്തോട് കണക്ട് ചെയ്ത്, മന്ത്രവാദികൾ, ചെപ്പിടി വിദ്യ ചെയ്യുന്നവരാണ്. യന്നേസും യംബ്രയേസും മോശയോട് എതിർത്തു നിന്നു. ഇതുപോലെ സത്യത്തോട് ഇവർ എതിർത്തു നിൽക്കും. അപ്പൊ ഇവർക്കും ചിലത് കാണിക്കാനുണ്ട്. അത് മാത്രമല്ല, ഇവർ മായാവികളാ. വെയിലിംഗ് ആൻഡ് സ്ക്രീമിംഗ്. ഇവർ വഞ്ചകരാണ് പ്രിയരെ. ഞാനിത് പറയുമ്പോൾ നോക്ക്, എത്ര ഹെവി ഇൻഫ്ലുവൻസ് ആണ് ഈ കാലഘട്ടത്തിൽ ദൈവസഭയിലേക്ക് കടന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റില് അവരുടെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലങ്ങളും ഈ വഞ്ചകർ അവരുടെ കാര്യം സാധിക്കാനായി അവർ ചെയ്യും. നിന്റെ വീട്ടിൽ വന്നത് ചെയ്താൽ നീ അതിന് തുള്ളരുത്. ഒരു മിസ്റ്റിക് ആയിട്ടുള്ള, ചെയോട്ടിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് പലപ്പോഴും ഇങ്ങനെയുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വ്യാഖ്യാനത്തിൽ എഫെസോസ് പട്ടണത്തിന്റെ ആ മന്ത്രവാദ പാരമ്പര്യവും അവരുടെ മതപരമായ അവരുടെ സ്വാധീനവും ഇതെല്ലാം കണക്കിലെടുത്ത് കോണ്ടെക്സ്റ്റിന്റെ വെളിച്ചത്തിൽ, വാക്കിന്റെ വെളിച്ചത്തിൽ, it is possible that some false teachers might have employed the theatrical displays and noisy rituals. It is a possibility. അത് അസ്ഥാനത്ത് എന്തോ വായി വന്നത് മനസ്സിൽ വന്ന അങ്ങ് പറയല്ല. ഞാൻ അതിനാണ് അത് വിവരിച്ചത്. വാക്ക്, കോണ്ടെക്സ്റ്റ്, ദേശത്തിന്റെ പശ്ചാത്തലം എന്നിവയെ കണക്കിലെടുത്ത് ഞാൻ പറഞ്ഞതാണ്. കാണുന്നതെല്ലാം ഹോളി സ്പിരിറ്റിന്റെ അല്ല. ഹോളി സ്പിരിറ്റിൽ ഉള്ളതുണ്ട്. ഇത് തമ്മിൽ ഡിസേൺ ചെയ്യണം. വിച്ച് ഇസ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദിസ് പേഴ്സൺ? ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ഹോളിനെസ്സിലേക്ക് നയിക്കും. ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ഹോളി വേർഡ് ഓഫ് ഗോഡിലേക്ക് നയിക്കും. ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ കൂട്ട അരിയല്ല അടിപ്പിക്കുന്നത്, ഫെലോഷിപ്പിലേക്ക് നയിക്കും. മത്സരിക്കരുത്. ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്.